ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഉള്ളത് കാനഡയുടെ തന്നെ വൺ ഓഫ് ദ ഐക്കോണിക് ലാൻഡ്മാർക്സ് ആയിട്ടുള്ള CN ടവറിലാണ്. 1976 കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി CN ടവർ ഓപ്പൺ ചെയ്യുന്നത്. 1815 അടി ഉയരമുള്ള ഈ CN ടവർ ആയിരുന്നു അന്ന് ലോകത്തിലെ തന്നെ ടോളസ്റ്റ് ഫ്രീ സ്റ്റാൻഡിംഗ് സ്ട്രക്ചർ. CN ടവറിൻ്റെ ഒബ്സർവേഷൻ ഡെക്ക് വരുന്നത് 1136 അടിയിലാണ്. ആ ഒരു സ്ഥലത്താണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. ഈ കാണുന്ന വ്യൂ ആ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുള്ള വ്യൂവിൽ നമുക്ക് ഒണ്ടാരിയോ ലേക്ക്, ടൊറൻറ്റോ സിറ്റി, അടുത്തുള്ള എല്ലാ നെയ്ബറിങ് സിറ്റീസും നമുക്ക് കാണാൻ കഴിയും. വളരെ പീസ്ഫുൾ ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം വ്യൂ ഒക്കെ ആസ്വദിച്ച് അവിടെ ഒരു ഗ്ലാസ്, എന്താ ഇതിൻ്റെ പേര് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മളിപ്പോൾ ഉള്ള ഉയരത്തിൽ നിന്ന് നമുക്ക് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇത്രയും കയറി വന്ന ആ ഡെപ്ത്. ഒരു എന്താ പറയുക, ആദ്യം നിന്നപ്പോൾ ചെറിയൊരു പേടി പോലെ തോന്നിയായിരുന്നു. പിന്നെ അപ്പുറത്ത് ചെറിയ കുട്ടികളൊക്കെ അത് കൂടെ ഓടി നടക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു നാണക്കേടാണ് ആദ്യം തോന്നിയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വന്നതല്ലേ, ഏറ്റവും മേലെ എന്തായാലും പോകണം, ടോപ്പിൽ എന്തായാലും പോകണം, ടോപ്പ് ഓഫ് ദ ടവർ. അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ പോയി എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കത് അത്ര ക്ലിയർ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുക. ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അത്ര ഒരു അടിപൊളി വ്യൂ അല്ല ഇത്. ഈ കാണുന്നത് ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഒബ്സർവേഷൻ ഡെക്ക് വരെ പോയാൽ അത് ഓക്കെയാണ്. നമ്മൾ ടോപ്പിൽ പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കുറച്ച് എത്ര $, എന്ന് എനിക്ക് ഓർമ്മയില്ല, കുറച്ചുകൂടെ പേ ചെയ്യണം. പക്ഷേ അതിനുള്ള എന്തായാലും നമ്മൾ വന്നതല്ലേ, അപ്പോൾ ടോപ്പ് വരെ പോകണം എന്നുള്ളൊരു ഡിസിഷനിൽ പോയതാണ്. പോകണമെന്ന് അത്ര മസ്റ്റൊന്നുമല്ല. ഒബ്സർവേഷൻ ഡെക്ക് തന്നെയാണ് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഇരിക്കാനും റിലാക്സ് ചെയ്യാനും. അവിടെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും അടിപൊളി ഒബ്സർവേഷൻ ഡെക്ക് തന്നെയാണ്. ഒരു ഹാപ്പി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു CN ടവർ. ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഒരുപാട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അപ്കമിങ് വ്ളോഗ്സിൽ ഞാൻ കറക്റ്റ് ചെയ്തോളാം. സത്യത്തിൽ ഞാനിത് ജനുവരി പോയിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ. അന്ന് ഭയങ്കര സ്നോ ആയിരുന്നു ആ സമയത്ത്. അന്ന് എനിക്ക് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യും, വ്ളോഗായിട്ട് ഇടണോ, അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നും എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് വളരെ ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു അത് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓൺ ദ വേ ആയിരുന്നു ഔട്ട്ലെറ്റ് മാൾ വരുന്നത്. അപ്പോൾ ഔട്ട്ലെറ്റ് മാളിൽ പോയി ഞങ്ങൾ രണ്ടുപേരും ഓരോ പെയർ ഷൂസ് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ലിൻഡ് ചോക്ലേറ്റ്സും വാങ്ങിച്ചു. ഫോൾസ് എത്തിയപ്പോൾ ട്വിസ്റ്റ് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടെ ഓപ്പൺ ആയിരുന്നില്ല. അവിടെ എന്തോ ഫയർ വർക്ക്സോ എന്തോ കാര്യങ്ങളുണ്ട്, അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. മിതു പഠിച്ചത് നയാഗ്ര കോളേജിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഈ സ്ഥലങ്ങളെല്ലാം ഹോം ടൗൺ പോലെയാണ്. അവിടെ പോയപ്പോൾ അവന് ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസ് ഷെയർ ചെയ്യായിരുന്നു, കോളേജ് ടൈംസും ഫ്രണ്ട്സും. അങ്ങനെ കുറേ കഥകൾ, ഓരോ സ്ഥലങ്ങൾക്കും ഓരോ കഥകളുണ്ടായിരുന്നു പറയാൻ. രാവിലെ എണീറ്റപ്പോൾ തൊട്ട് നയാഗ്ര വാട്ടർഫോൾസ് കാണാൻ പോകുന്ന ദിവസമാണെന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ പ്ലാൻ ഫ്ലോപ്പായപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടമായിട്ടുണ്ടായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു. പിന്നെ ഞാൻ അധികം സംസാരിക്കുകയൊന്നും ചെയ്തില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നോവ സ്കോഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള കാനഡയുടെ തന്നെ മറ്റൊരു പ്രൊവിൻസിലാണ്. നമുക്ക് ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് കുറച്ചൊരു 1.5 hour ഡിസ്റ്റൻസിൽ പോയാലേ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ കേരള ഫുഡ്സും കാര്യങ്ങളൊക്കെ കിട്ടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ പോയപ്പോൾ ഞാൻ മാക്സിമം ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർഫോൾസിൻ്റെ ലെഫ്റ്റിൽ കാണുന്നത് US സൈഡും റൈറ്റിൽ കാണുന്നത് കാനഡ സൈഡുമാണ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് കാനഡ സൈഡിലോട്ട് അധികം പോകാൻ പറ്റിയില്ല, അവിടെ ക്ലോസ്ഡ് ആയിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ അവിടെ നിന്ന് തിരിച്ച് നടന്നു. നല്ല തണുപ്പായിരുന്നു. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ ഫ്രീസിങ് കോൾഡായിരുന്നു. നല്ല സ്നോ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. നാളെ വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ എന്തായാലും സങ്കടത്തോടെ ഞാൻ അവിടെ നിന്ന് ഫോൾസിനോട് ബൈ പറഞ്ഞ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമായിരുന്നു. ഒരു ലൈഫ് ടൈം ഡ്രീമായിരുന്നു നയാഗ്ര വാട്ടർഫോൾസ് കാണുക എന്നുള്ളത്. എന്തായാലും നാളെ രാവിലെ വരാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ തിരിച്ചു പോവുകയാണ്. കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഇത് പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഈ പിസ്സ ഷോപ്പ്. അവനിപ്പോഴും അവിടെ ട്രൂ കണക്ഷൻ ഉണ്ട് അവിടെയുള്ള എല്ലാവരുമായിട്ടും. അപ്പോൾ അതുകൊണ്ട് അവൻ എപ്പോൾ അവിടെ പോകാനും സംസാരിക്കാനും ഉള്ളൊരു സ്പേസും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവൻ എനിക്കൊരു പിസ്സ ഉണ്ടാക്കി തന്നായിരുന്നു. നെക്സ്റ്റ് ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. സത്യം പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ എണീറ്റ് ബ്രാംപ്ടണിലുള്ള ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ, മിതു, മേമ, പാപ്പൻ. അപ്പോൾ അവിടെ പോയി തിരിച്ച് വന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും ഫോൾസിലേക്ക് പോകാൻ പോകുന്നത്.
കാനഡ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത്. ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം അമ്പലത്തിൽ പോയി. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അമ്പലത്തിൽ പോയോണ്ടിരുന്ന ആളായിരുന്നു. അത് ചെറുതായിട്ട് ഇവിടെ വന്നപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോൾസിൽ പോയി, ഫോൾസിലെത്തി. അങ്ങനെ മിഥുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. നാട്ടിലുള്ള എൻ്റെ കൊച്ചനിയന്മാരെയും അനിയത്തിമാരെയും എല്ലാം സ്നോ ഫ്ലേക്സിൻ്റെ ഷേപ്പ് കാണിച്ചു കൊടുക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഞാനെടുത്ത വീഡിയോ ആണ്. നല്ല രസമില്ലേ ആ ഷേപ്പ് കാണാൻ വേണ്ടിയിട്ട്. സ്നോ ഫ്ലേക്സിൻ്റെ ഷേപ്പ് മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കറക്റ്റായിട്ട് എടുക്കാൻ മുന്നേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും നടന്നു. നല്ല സ്നോ ആയിരുന്നു. ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് നടക്കുന്ന അത്രയും ഡിസ്റ്റൻസ് അവിടെ എത്തുന്നവരെയും നല്ല സ്നോ പെയ്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ അവർ സ്നോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ നടന്ന് ആ ഒരു എന്താ പറയുക, ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ലേ സ്നോ എങ്കിൽ സ്നോ. എനിക്കിത് കാണാതെ ഒന്ന് പോകണ്ട, അത്രയും റിസ്ക്. നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും. സത്യം പറഞ്ഞാൽ കൈയൊക്കെ നമ്പായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല, അത്ര സ്നോ ആയിരുന്നു. ശ്വസിക്കാനും ഭയങ്കര ഫ്രീസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അവിടെ എത്തിയ ആ ഒരു ഇത് നോക്കി ഈ ഒരു വിഷ്വല് കണ്ടപ്പോൾ ഉണ്ടല്ലോ, ആ നടന്നതൊക്കെ ഒട്ടും വേസ്റ്റ് ആയിട്ടില്ല, വേർത്തായിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. എനിക്കറിയില്ല, എൻ്റെ ഈ ഓവർ എക്സൈറ്റ്മെൻറ്റോട് എനിക്കങ്ങനെ തോന്നുന്നതാണോ എന്നറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും പറഞ്ഞു സമ്മർ ഞാൻ കണ്ടിട്ടില്ലല്ലോ, സമ്മറും അടിപൊളിയാണ്. ഫോൾസിൽ ഏറ്റവും തിരക്ക് കുറഞ്ഞ സമയത്താണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഇത് മുന്നേ പലതവണ പോയിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ സ്നോയിൽ കാണുന്ന അതൊരു വേറെ വൈബല്ലേ. എന്തായാലും അത് അടിപൊളിയായിരുന്നു. ഞാൻ അവിടെ നിന്നത് അത്യാവശ്യമല്ല, ഒരുപാട് സമയം ഞാൻ നിന്ന് കണ്ട് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുണ്ടായിരുന്നു. ഞാൻ കുറേ ഫോട്ടോസ് എടുപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഗ്ലൗസ് ഊരിയിട്ട് നമ്മൾ ഫോൺ പിടിക്കുമ്പോൾ കൈ ഇങ്ങനെ മരവിച്ച് പോവാണ്. എന്നാലും ഞാൻ 1-2 ഫോട്ടോ ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നടക്കുമ്പോഴും ചെറുതായിട്ടൊന്ന് സ്നോ നിന്നു, പിന്നെ വീണ്ടും തുടങ്ങി. അങ്ങനെ അവിടെ ഒരുപാട് സ്നോ കണ്ടപ്പോൾ എന്നോട് അമേഷേട്ടനും ഇത് പറഞ്ഞു, നീ പോയി ചാടിക്കോന്ന് പറഞ്ഞു. പോയിട്ട് മലർന്നിട്ട് വീഴാൻ പറഞ്ഞു. പക്ഷെ ഞാൻ കയറി പോയപ്പോൾ സ്നോ ഭയങ്കര കട്ടിയിലിരിക്കണ പോലെ തോന്നിയത്. ചാടിത്തുള്ളി പോയി. ഇനി വീണ് കഴിഞ്ഞാൽ തല്ലിടിച്ചെങ്ങാനും മരിച്ചു പോകുന്നുള്ള പേടിയായിരുന്നു. അവിടെ എത്തി ഞാൻ ചാടണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിൽ നിന്നു. ലാസ്റ്റ് തീരുമാനിച്ചു, അല്ലെങ്കിൽ വേണ്ട, റിസ്ക് എടുക്കണ്ട. അവിടെ ചവിട്ടി നോക്കിയപ്പോൾ അത്യാവശ്യം ഹാർഡായിട്ടാണ് തോന്നിയത്. മേ ബി മുന്നേ ഉണ്ടായിരുന്ന സ്നോയിൽ ഇപ്പോൾ വീഴുന്ന സ്നോ മാത്രമേ സോഫ്റ്റ് ആയിട്ടുള്ളൂ, കുറച്ച് അടിയിലൊക്കെ ഹാർഡായിട്ടായിരിക്കണേ. അങ്ങനെ ചാടണ്ട എന്നുള്ള ഡിസിഷനിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും മുന്നോട്ട് നടന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടതുകൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. അവർ സംസാരിച്ച് ഫ്രണ്ടിൽ നടന്നു. ഞാൻ ബാക്കിൽ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് തണുത്തും മരവിച്ചും എല്ലാ സമയം എടുത്താൽ നടന്നു തന്നെ. അവർ കുറച്ച് ദൂരം പോകും, എന്നിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും, എന്നിട്ട് ഞാൻ നടന്നു വരും. അങ്ങനെയായിരുന്നു. എന്തായാലും അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. രസമായിരുന്നു. സ്നോയിലും എല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. സ്നോ എന്നും പറഞ്ഞ് കിടന്ന് മരിക്കായിരുന്നു നാട്ടിൽ വെച്ചിട്ട്. ഒന്ന് വന്ന സ്നോ ഒന്ന് കണ്ടാൽ മതി. എനിക്ക് സ്നോ അത്ര ഇഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ വിൻ്റർ ആണെന്നൊക്കെ പറഞ്ഞ് നടന്ന ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര എക്സൈറ്റ്മെൻറ്റ് കാണിക്കും, സ്വാഭാവികം. അങ്ങനെ തിരിച്ചു വന്നു. നെക്സ്റ്റ് ഡേ ഞാനും മേമയും കൂടെ ഷോപ്പിങ്ങിന് പോയി. നല്ല രസമായിരുന്നു. മേമനായിട്ട് ഷോപ്പിങ്ങിന് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ ഷോപ്പ് ചെയ്യാൻ നമ്മുടെ അതേ വൈബുള്ള ഒരാളുള്ളത് രസമല്ലേ. മേമ എന്നെക്കാളും അടിപൊളിയായിരുന്നു ഷോപ്പിങ്ങിൽ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് അവസാനിച്ചു. നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഒരാഴ്ച പോയതേ അറിഞ്ഞില്ല. തിരിച്ച് നോവാസ്കോഷ്യ എത്തി. രാവിലെ ആയിരുന്നു എത്തിയത്. ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. ഓൺ ദ വേ ഞങ്ങൾ ഫുഡ് കഴിച്ചു. See you guys in next video. Thank you for watching.